ആയിരിക്കും. മൃഗമാണ് ഞങ്ങളുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്നത്. നിങ്ങളുടെ മാത്രമല്ല, പലരുടെയും. എക്സ്ക്യൂസ് മീ, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി. സ്റ്റാർ ഹോട്ടൽ ഉടമ മിസ്റ്റർ തോമസ് സക്കറിയ. യെസ്. ഇവിടെ ഒഫീഷ്യൽ ടൂറിന് വന്നപ്പോ സോഫി മോളെ ഒന്ന് കാണണമെന്ന് തോന്നി. സോഫിയുമായി വ്യക്തിബന്ധങ്ങളെ ചെകഞ്ഞുള്ള അന്വേഷണം മാന്യന്മാർക്ക് ചേർന്നതല്ല. ഓ സോറി. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഡെയ്സി ജോൺ. അടുത്തറിയണമെങ്കിൽ താങ്ക് യു. ഓക്കെ, സീ യു. വിട്ടു മോളെ. You are selected. Thank you, sir. But one thing, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആവുമ്പോ ഈ ശരീര സൗന്ദര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ മിസ് ഡെയ്സി ജോൺ വളരെ മോഡേൺ ആയിരിക്കണം. റാണി. Yes, sir. മിസ് ഡെയ്സിക്ക് ആവശ്യമുള്ള ഡ്രസ് കൊടുക്കൂ. Yes, sir. ഓക്കെ. വരൂ. വരൂ. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആവുമ്പോ ഈ ശരീര സൗന്ദര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ മിസ് ഡെയ്സി ജോൺ വളരെ മോഡേൺ ആയിരിക്കണം. റാണി. Yes, sir. മിസ് ഡെയ്സിക്ക് ആവശ്യമുള്ള ഡ്രസ് കൊടുക്കൂ. Yes, sir. ഓക്കെ. വരൂ. വരൂ. ഇവിടെ നിന്ന് ഡ്രസ് മാറ്റിക്കോളൂ. Please wait. ഇരിക്കുന്നു. ഇന്റർവ്യൂവിന് ചേച്ചിക്ക് കൂട്ടുവന്നാണല്ലേ? മോളെപ്പറ്റി ചേച്ചി പറഞ്ഞു. ചേച്ചി തനിച്ചുവിടാൻ അപ്പച്ചന് പേടി. പിന്നെ ട്രെയിൻ ടിക്കറ്റും അക്കോമഡേഷനും ഫ്രീ ആയതുകൊണ്ട് വിഷമിക്കേണ്ടി വന്നില്ല സാർ. മിടുക്കി.
May I come in? യെസ് വെൽക്കം. വരൂ. പ്ലീസ് ബി സീറ്റഡ്. Thank you. നിങ്ങൾ ഇന്നത്തെ ഗസ്റ്റാണ്. നമുക്ക് അല്പം മദ്യപിക്കാം. Oh, sure. ലെറ്റ്സ് സ്റ്റാർട്ട്. പെണ്ണിനെ ഉണർത്താതിരിക്കുക. മനസ്സിലായില്ലല്ലേ? 4 വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർവ്യൂ എന്ന പദത്തിന് വ്യഭിചാരി എന്ന അർത്ഥം കണ്ടെത്തി നിങ്ങൾ എന്റെ കന്യകത്വം മറ്റൊരുത്തിന് വിറ്റിട്ട് എനിക്ക് കൂട്ടിനായി വന്ന എന്റെ കുഞ്ഞിരുജത്തിയെ കാമവലിക്ക് ഇരയാക്കി കൊന്നു. Don't want your declaration. No, still I want. നിങ്ങളോട് കണക്ക് തീർക്കാതെ ഡെയ്സി ജോൺ മരിക്കില്ല. എടീ, ഒരു സാധാരണ വേശ്യ നിന്റെ കണക്ക് തീർക്കാൻ ഒരു നിമിഷം മതി തോമസ് സക്കറിയയ്ക്ക്. മനസ്സിലായോ? മറിച്ച് അതെനിക്കും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് മറ്റു ചില കണക്കുകൾ തീർക്കാനുണ്ട്. ചാലഞ്ച്. ചാലഞ്ച്. ഇതിലെനിക്ക് നിന്റെ 1-2 ഒപ്പുകൾ വേണം. സാധ്യമല്ല.
സാധ്യമല്ലേ? സാധ്യമല്ല. ഒപ്പിട്. ഞാൻ ഒപ്പിടില്ല. എന്റെ മമ്മി തൊട്ടു പോകരുത്. ഓ അത് ശരി. സ്വത്തിന് വേണ്ടിയാണ് നിങ്ങൾ എന്റെ മമ്മിയെ തല്ലിയതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഓ ഐ സി. സർവ്വ സ്വത്തുക്കളും ഇപ്പോൾ എന്റെ പേരിലാണ്. ഇനി ആരുടെ ഒപ്പാണ് വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരു കയ്യൊപ്പ് കൊണ്ട് എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിലെത്തുക. സമ്മതിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഒപ്പുവെക്കാതെ നിങ്ങളെ വിടാൻ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്റെ മോളെ ഒന്നും ചെയ്യരുത്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് വെറുതെ പറഞ്ഞതാ. ഇപ്പോഴും സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിൽ തന്നെയാ. അമ്മയുടെ മോളുടെ വേഷം എന്റെ അടുത്ത് വേണ്ട. കളിക്കാതെ ഒപ്പിടേ. എന്റെ പേരിലുള്ള സ്വത്തുക്കൾ മമ്മിയുടെ ഒപ്പുകൊണ്ട് നേടാമെങ്കിൽ നടക്കട്ടെ നിങ്ങളുടെ പരാക്രമം. നടക്കട്ടെ. അപ്പോ സ്വത്ത് ആരുടെ പേരിലാണെന്ന സത്യം നിങ്ങൾ പറയില്ല. എന്റെ പേരില. എന്റെ പേരില. എന്റെ പേരിലാണ്. അല്ല എന്റെ പേരില. എന്റെ പേരിലാണ്. എന്റെ പേരില. എന്റെ പേരില. എന്റെ